dears, welcome back. The chapter Fun with Magnets. What we have discussed in the previous class? Yes, about magnet and magnetic materials and non-magnetic materials. Now we are moving to poles of magnet. In the previous class we done an activity in the mandile, sandile and soil magnet rubber. You have a bar magnet soil rub you have to do it from your home. Okay, you have a bar magnet in the activities. So bar magnet rub iron fillings there is a figure 13.7 iron fillings sticking to a bar magnet iron fillings stick in the figure ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഈ ഫിഗറിൽ എന്താ പ്രത്യേകത ഈ ബാർ മാഗ്നറ്റിന്റെ എല്ലാ ഭാഗത്തും അയൺ ഫില്ലിങ്സ് ഉണ്ടോ ഇല്ല അല്ലേ എവിടെ മാത്രമേ ഉള്ളൂ അതിന്റെ രണ്ട് അറ്റത്ത് മാത്രമേ ഉള്ളൂ അല്ലേ വൈ എന്താ കാരണം അയൺ ഫില്ലിങ്സ് ആർ അട്രാക്റ്റഡ് മോർ ടുവേർഡ്സ് ദ region close to two ends. If this is a bar magnet, what happens? Yes, ഇതിന്റെ ഈ ക്ലോസ് എൻഡ്സിൽ മാത്രമാണ് എന്ത് കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് അയൺ ഫില്ലിങ്സ് അട്രാക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ യെസ് ദ പോൾസ് ഓഫ് എ മാഗ്നറ്റ് ആർ സെഡ് ടു ബി ദ നിയർ ദീസ് എൻഡ്സ് ഇങ്ങനെ മാഗ്നറ്റിൽ കൂടുതൽ അട്രാക്ഷൻ വരുന്ന ഭാഗത്തെയാണ് പോൾസ് ഓഫ് എ മാഗ്നറ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് poles 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 of a magnet ഈ ബാർ മാഗ്നറ്റിന്റെ രണ്ട് പോൾസ് ഏതൊക്കെയാ യെസ് ഈ രണ്ട് എൻഡ്സ് ആണ് ഇതിന്റെ പോൾസ് ഓഫ് ദിസ് ബാർ മാഗ്നറ്റ് ഈ മാഗ്നറ്റിന്റെ പോൾ എന്ന് പറയുന്നത് ഈ രണ്ട് അറ്റാണ് അല്ലേ ഇത് ഈ രണ്ട് അറ്റാണ് എന്ത് ഈ ബാർ മാഗ്നറ്റിന്റെ പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഇപ്പോൾ ഇവിടെ അയൺ ഫില്ലിങ്സ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത് end ഭാഗത്താണ് അല്ലേ so that end portion is its poles okay pole of a bar magnet different magnet different ഭാഗത്തായിരിക്കും അതിന്റെ പോൾസ് ഉണ്ടാവുക ഈ ഷേപ്പിലുള്ള മാഗ്നറ്റിൽ അതിന്റെ രണ്ട് അറ്റത്താണ് അതിന്റെ എന്തുള്ളത് പോൾസ് okay can you now mark the location of poles in the kind of magnet shown in figure 13.4 yes in the case of U magnet ന്റെ പോൾ എന്ന് പറയുന്നത് ഈ രണ്ട് എൻഡാണ് അതിന്റെ പോൾസ് എന്ന് പറയുന്നത് then cylindrical magnetൽ ഈ രണ്ട് എൻഡാണ് അതിന്റെ പോൾസ് അവിടെയാണ് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക then ഡിസ്ക് മാഗ്നറ്റ് ആണെങ്കിൽ അതിന്റെ ഈ ആ പരന്നിട്ടുള്ള ഭാഗമാണ് അതിന്റെ പോൾസ് അപ്പുറപ്പുറമായിരിക്കും അതിന്റെ പോൾസ് ഓക്കെ so these are the poles of different magnets having different shapes അപ്പോൾ അതാണ് പോൾസ് ഓഫ് മാഗ്നറ്റിന്റെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ള ഭാഗമാണ് പോൾസ് നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക ആൻഡ് ഫില്ലിങ്സ് എന്ത് ചെയ്യാം റബ്ബ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും പോൾസ് ഓഫ് മാഗ്നറ്റ് then finding direction ഈ മാഗ്നറ്റ് പീപ്പിൾ പണ്ട് കാലത്ത് ആൻഷ്യന്റ് പീരീഡ്സിൽ മാഗ്നറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു അതിലൊരു കാര്യമാണ് മെനി പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് വെയർ ഓൾസോ നോൺ ടു ദം മാഗ്നറ്റിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ആ പ്രോപ്പർട്ടീസ് ഒക്കെ പണ്ട് മുതലേ ആൾക്കാർക്ക് അറിയാമായിരുന്നു സോ you might have read many interesting stories about the uses of magnets. One such story is about an emperor in China. ചൈനയിലെ ഒരു എംപററിന്റെ ഒരു സ്റ്റോറിയാണ് whose name is Huang Ti. ചൈനയിലെ ഒരു എംപറർ ആണ് ഹോങ് ടി എന്താണ് അദ്ദേഹത്തിന്റെ സ്റ്റോറി ഇറ്റ് ഈസ് സെഡ് ദാറ്റ് he had a chariot with a statue of lady that could rotate in any direction അതായത് അദ്ദേഹത്തിന്റെ ചാരിയറ്റ് ആണ്
തന്നിട്ടുള്ള ഫിഗർ 13.8 തന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചാരിയറ്റാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ വാഹനമാണിത്. ഈ ചാരിയറ്റ് അത് ഹോഴ്സ്, കുതിരയെ വെച്ച് ഓടിക്കുന്ന വെഹിക്കിളാണ് ചാരിയറ്റ്. ഈ ഹോഴ്സിൻ്റെ മുൻവശത്ത് ഒരു സ്റ്റാച്യു ഉണ്ട്, സ്റ്റാച്യു ഓഫ് ലേഡി. ഒരു വുമണിൻ്റെ, ഒരു ലേഡിയുടെ സ്റ്റാച്യു, ഒരു പ്രതിമ, കുഞ്ഞി പ്രതിമ വെച്ചിട്ടുണ്ട് അല്ലേ. ഈ പ്രതിമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പോയിന്റഡ് ആണ്. എന്നിട്ട് എന്താണ് അത് ഇങ്ങനെ ചുറ്റിനും അതിന് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഇസ് ദാറ്റ് ഈ ലേഡി സ്റ്റാച്യു എപ്പോഴും ഈ പോയിന്റഡ് ഹാൻഡിലെ എവിടെ പോയാലും, എവിടെയാണോ സൗത്ത്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇതറിയില്ലേ 4 ഡയറക്ഷൻസ്, ഇതിൽ എവിടെ പോയാലും എവിടെയാണോ സൗത്ത് അവിടെയോട്ടാണ് ഈ സ്റ്റാച്യുവിൻ്റെ ഈ ഹാൻഡ് എപ്പോഴും പോയിന്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി, അപ്പോൾ അവിടെയാണ് സൗത്ത് എങ്കിൽ അതായിരുന്നു. പിന്നെ തിരിഞ്ഞ് വന്ന് ഇവിടെ എത്തിയപ്പോൾ അവിടെയാണ് സൗത്ത്, അപ്പോൾ ആ സ്റ്റാച്യു തിരിഞ്ഞ് ആ സൗത്തിലോട്ട് തന്നെ പോയിന്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ദിസ് എംപറർ. So he is able to locate direction when he went to new places on his chariot. അതായത് അദ്ദേഹം ആ ചാരിയറ്റ് ഉപയോഗിച്ച് പുതിയ അദ്ദേഹത്തിന് അറിയാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് പ്ലേസസ് ലൊക്കേറ്റ് ചെയ്യാൻ ഈ ചാരിയറ്റ്, ഈ സ്റ്റാച്യു ഉപയോഗിച്ച് അദ്ദേഹം ലൊക്കേഷൻസ് കണ്ടെത്തി. സോ എന്തുകൊണ്ടാണ് ഈ സ്റ്റാച്യു ഓഫ് ലേഡി സൗത്തിലോട്ട് തന്നെ പോയിന്റ് ചെയ്തത്? അതിന് പിന്നിലുള്ള സീക്രട്ട് ആണ് നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ആക്ടിവിറ്റി 5. വാട്ട് യു ഹാവ് ടു ഡു ഈസ് നമ്മൾ നേരത്തെ സ്റ്റാൻഡിന് എടുക്കുക. ദെൻ ഒരു ത്രെഡ് തൂക്കിയിട്ടിട്ട് ത്രെഡിൻ്റെ അറ്റത്ത് ഒരു ബാർ മാഗ്നറ്റ് കെട്ടിയിടുക. അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി. ആ ബാർ മാഗ്നറ്റ് തൂക്കിയിടുക. ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ബാർ മാഗ്നറ്റ് തൂക്കിയിട്ട് അത് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇങ്ങനെ കറങ്ങില്ലേ, റൊട്ടേറ്റ് ചെയ്തിട്ട് കറങ്ങി തിരിഞ്ഞ് എന്ത് ചെയ്യും, അത് അനങ്ങാതാവും അല്ലേ. കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റഡി ആവുമ്പോൾ ഈ മാഗ്നറ്റിൻ്റെ പൊസിഷൻ നോക്കുക. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഗ്രൗണ്ടിൽ. ഇപ്പോൾ എവിടെയാണ്, ഇതിപ്പോൾ ഈ ഡയറക്ഷനിലാണ്, അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെയും എന്ത് ചെയ്യുക, അത് സ്റ്റഡി ആവാൻ കാത്തിക്കുക. അപ്പോഴും അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കാം. എന്തായിരിക്കും പ്രത്യേകത? യെസ്, ദ മാഗ്നറ്റ് വിൽ പോയിന്റ് ഇൻ സെയിം ഡയറക്ഷൻ. എങ്ങനെ തിരിച്ചാലും അത് അവസാനം കറങ്ങി തിരിഞ്ഞ് അത് സ്റ്റഡി ആകുമ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രം, ഇപ്പോൾ ഇതാണ് മാഗ്നറ്റ് എങ്കിൽ ഇതിനിങ്ങനെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം അല്ലേ. പക്ഷേ ഈ മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എങ്ങനെ വെച്ചാലും കറങ്ങി തിരിഞ്ഞ് അവസാനം അത് ഒരു ഡയറക്ഷനിലെ, ഒരു സെയിം ഡയറക്ഷനിലെ, ഇപ്പോൾ ഇങ്ങനെ തന്നെയാണെങ്കിൽ എപ്പോൾ തിരിഞ്ഞ് നിന്നാലും അതിങ്ങനെ തന്നെയാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. അത് വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കാം, പല ഡയറക്ഷൻ. പക്ഷേ എപ്പോഴും ഒരു പൊസിഷനിലാണ് അത് എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്ത് ചൂണ്ടിക്കാണിച്ച് നിൽക്കുക, പോയിന്റ് ചെയ്തിട്ട് നിൽക്കുക. സോ when we find that a freely suspended bar, freely suspended എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടതാണ് freely suspended bar magnet always come to rest in a particular direction. എപ്പോഴും റെസ്റ്റിലോട്ട്, അത് അനങ്ങാതാവുന്നത് ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും. So that direction is north south direction. What is north south direction? അതായത് മാഗ്നറ്റിന്റെ അടുത്ത പ്രോപ്പർട്ടിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ മാഗ്നറ്റിന് പോൾസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അടുത്ത പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റ് ഫ്രീ ആയിട്ട് തൂക്കിയിട്ടാൽ എപ്പോഴും അത് ഏത് ഡയറക്ഷനിലായിരിക്കും റെസ്റ്റ് ചെയ്യുക? യെസ്, നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇതിൻ്റെ ഒരു അറ്റം നോർത്തിലോട്ടായിരിക്കും പോയിന്റ് ചെയ്തിട്ടുള്ളത്, മറ്റേ പോള് സൗത്തിലോട്ടും ആയിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ അപ്പോൾ മാഗ്നറ്റ് അടുത്ത പ്രോപ്പർട്ടി, മാഗ്നറ്റ് വിൽ പോയിന്റഡ് ടുവേർഡ്സ്
നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഓക്കെ, ദെൻ ഇനി ഇതിൽ ഒന്ന് നോർത്ത് ഒന്ന് സൗത്ത് ആണെന്ന് അറിയില്ലേ? ഇതിൽ ഏതാണ് നോർത്ത് ഏതാണ് സൗത്ത് എന്നും കൂടി നമുക്കറിയണം അല്ലേ? ഈ ബാർ മാഗ്നറ്റ് ഇപ്പോൾ ഇങ്ങോട്ടാണ് പോയിന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൽ ഒരു ഭാഗം നോർത്തും ഒരു ഭാഗം സൗത്ത് ആയിരിക്കും. അത് ഏതൊക്കെയാണെന്ന് അറിയാൻ എന്താ വഴി? എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷൻ അല്ല, പക്ഷെ ഇതിൽ ഏതാണ് നോർത്ത് സൗത്ത് നമുക്കറിയില്ല. അപ്പം എന്താ ചെയ്യുക? നമുക്ക് ഒരു കാര്യം അറിയാം, സൂര്യൻ്റെ ഡയറക്ഷൻ അല്ലേ? സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? യെസ്, ഈസ്റ്റിൽ അല്ലേ? സോ ഇപ്പോൾ ഈസ്റ്റിൽ അവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്, അതാണ് ഈസ്റ്റ് എന്ന് വിചാരിച്ചോ. ഈസ്റ്റിലാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ മാഗ്നറ്റ് ഇങ്ങനെ പോയിന്റ് ചെയ്താൽ നമുക്കറിയാം ഈസ്റ്റ് അവിടെയാണെങ്കിൽ നോർത്തും സൗത്തും ഇവിടെ ആയിരിക്കും അല്ലേ? നോർത്ത് വലതു ഭാഗത്തും സൗത്ത് ഇടതു ഭാഗത്തും ആയിരിക്കും അല്ലേ? നമ്മുടെ അവിടെയാണ് ഈസ്റ്റ് എങ്കിൽ, അതായത് സൂര്യൻ ഉദിക്കുന്നത് അവിടെയാണെങ്കിൽ, കിഴക്കിലാണെങ്കിൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ നമ്മുടെ വലതു ഭാഗത്ത് നോർത്തും ഇടതു ഭാഗത്ത് സൗത്തും ആയിരിക്കും. അപ്പം നമ്മൾ സൂര്യൻ്റെ ഇത് അനുസരിച്ച് നമുക്ക് ഒരു മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും, ഇപ്പോൾ ഈ മാഗ്നറ്റ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്താൽ ഇതിൻ്റെ നോർത്ത് ഇവിടെ സൗത്ത് ഇവിടെ ആയിരിക്കും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ദെൻ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും കിട്ടിയാൽ നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം അല്ലേ? ഡിഫറെൻറ്റ് കളേഴ്സിൽ, അല്ലെങ്കിൽ എസ് എന്ന് രണ്ട് ഭാഗത്തായിട്ട് എഴുതി വെക്കാം അല്ലേ? മാഗ്നറ്റിൻ്റെ രണ്ട് ഭാഗത്ത് എസ് എന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാം, ഏതൊക്കെ നോർത്ത് സൗത്ത് എൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഇനി നമുക്ക് ആ മാഗ്നറ്റ് ഏത് സ്ഥലത്തും കൊണ്ടുപോയി വെച്ചിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നൂലിൽ കെട്ടി തൂക്കിയിടുക. അപ്പം നമുക്ക് ആ പ്രദേശത്തെ നോർത്ത് സൗത്ത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ആ മാഗ്നറ്റിൻ്റെ എൻ എഴുതിയ ഭാഗം ഏത് ഭാഗത്തോട്ടാണ് തിരിയുന്നത് അതായിരിക്കും ആ പ്രദേശത്തെ നോർത്ത്. ആൻഡ് എസ് എഴുതിയ ഭാഗം എവിടെയൊക്കെയാണ് തിരിയുന്നത് അതായിരിക്കും അതിൻ്റെ സൗത്ത്. ഓക്കെ, so the end of the magnet that point towards north is called its north seeking end. നോർത്തിലോട്ട് തിരിഞ്ഞ മാഗ്നറ്റിന്റെ ഭാഗത്തെയാണ് നോർത്ത് സീക്കിംഗ് എൻഡ് ഓർ നോർത്ത് പോൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ട്, അതിലൊരു പോളിന്റെ പേര് കിട്ടി, അതായത് നോർത്ത് പോൾ. ഓക്കെ, നോർത്ത് പോൾ നോർത്തിലോട്ട് തിരിഞ്ഞിരിക്കുന്ന മാഗ്നറ്റിന്റെ അറ്റമാണ് നോർത്ത് പോൾ. ഓക്കെ, ഇനി സൗത്തിലോട്ട് തിരിഞ്ഞു നിൽക്കുക, അതായത് സൗത്തിലോട്ട് തെക്കിലോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്തെ എന്ത് പറയുന്നു? സൗത്ത് പോൾ ഓർ സൗത്ത് സീക്കിംഗ് പോൾ. സൗത്ത് പോൾ ഓർ സൗത്ത് സീക്കിംഗ് പോൾ, നോർത്ത് പോൾ ഓർ നോർത്ത് സീക്കിംഗ് പോൾ. ഓക്കെ, ബാർ മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. ഓക്കെ, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ദെൻ ഈ മാഗ്നറ്റിൻ്റെ ഈ പ്രോപ്പർട്ടി നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഈ പഴയ ആൾക്കാർ ആൻഷ്യൻ പീരീഡ്സിൽ ഈ പ്രോപ്പർട്ടി അവർ യൂസ് ചെയ്തിരുന്നു. എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്? അവരെന്ത് ചെയ്യും, ഈ കപ്പലിലൊക്കെ യാത്ര പോകുമ്പോൾ ഇങ്ങനെ മാഗ്നറ്റ് കൊണ്ടുപോകും അല്ലേ? എന്നിട്ട് അവർക്ക് ദിശ അറിയാൻ വേണ്ടിയിട്ട് ഈ മാഗ്നറ്റ് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നോക്കും. അപ്പോൾ അതിൻ്റെ നോർത്ത് അറ്റം എന്നറ്റം ഏത് ഭാഗത്തേക്കാണ് തിരിയുന്നത്, അത് നോർത്ത് സൗത്ത്, അങ്ങനെ അവർ ഡയറക്ഷൻ കണ്ടുപിടിക്കുമായിരുന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്തു, പുതിയ ഡിവൈസസ് ഒക്കെ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് കോമ്പസ്. വടക്ക് നോക്കി യന്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? കോമ്പസ്. ദർ ഇസ് എ ഫിഗർ 13.10 in your textbook. ദിസ് ഈസ് എ കോമ്പസ്. ഒരു കോമ്പസിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇതാണ് കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം എന്ന് പറയും. ഇതെന്ന് പറഞ്ഞത് വടക്ക് നോക്കിയ യന്ത്രമാണ്. ഒരു ഗ്ലാസ് കവറിങ് ഉണ്ടാവും അല്ലേ? പുറത്തൊരു ഗ്ലാസ് കവറിങ് ഉണ്ടാവും, ഉള്ളിലൊരു നീഡിൽ ഉണ്ടാവും. ആ നീഡിൽ ഇങ്ങനെ ഒരു ഇതിൽ ഒരു സംഭവം വെച്ചിട്ട് ഫ്ലോട്ട് ചെയ്ത് എന്നിട്ട് ഈ ഇതിൻ്റെ കോമ്പസ് ബോക്സിൻ്റെ അറ്റത്തൂടെ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? നോർത്ത് സൗത്ത് ഡയറക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സ്ഥലത്തെ ഡയറക്ഷൻ മനസ്സിലാവും. അതായത് ഈ നീഡിലിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം നോർത്തായിരിക്കും, അത് വേറെ വേറെ കളറിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇതിൻ്റെ എൻ ഭാഗം ഏത് ഭാഗത്തോട്ടാണോ തിരിയുന്നത് അതായിരിക്കും
ആ സ്ഥലത്ത് നമ്മൾ ഏത് സ്ഥലത്താണ് നോക്കണേ ആ സ്ഥലത്തെ നോർത്ത്. അങ്ങനെ നമുക്ക് നോർത്ത് സൗത്ത് കണ്ടുപിടിക്കാനുള്ള ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഡിവൈസ് പുതിയതായി കണ്ടുപിടിച്ചതാണ് എന്ത് കോമ്പസ് അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിലൊരു മാഗ്നറ്റിക് നീഡിലുണ്ട്. ഇത് മാഗ്നറ്റിക് നീഡിലാണ്. ഓക്കെ, മാഗ്നറ്റോട് ഉണ്ടാക്കിയ നീഡിലാണ്. അതുകൊണ്ടാണ് അത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ക്യാൻ വി മേക്ക് എ മാഗ്നറ്റ് ബൈ അവർ സെൽഫ്? നമുക്കൊരു മാഗ്നറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ? യെസ്, വി ക്യാൻ മേക്ക് എ മാഗ്നറ്റ് ബൈ അവർ സെൽഫ്. ഹൗ വി ക്യാൻ മേക്ക് എ മാഗ്നറ്റ്? നമുക്കൊരു മെറ്റീരിയലിനെ മാഗ്നറ്റ് ആക്കാം. എന്ത് മെറ്റീരിയൽ എടുക്കേണ്ടത്? യെസ്, അയൺ ആർട്ടിക്കിൾ, ഇരുമ്പിൻ്റെ ഏതെങ്കിലും വസ്തുക്കൾ. ഒന്നെങ്കിൽ ആണിയാവാം, യെസ് നെയിലാവാം, അല്ലെങ്കിൽ ആക്സോ ബ്ലേഡ് ആവാം, അല്ലെങ്കിൽ ഒരു അയൺ പീസ് ഏതെങ്കിലും എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? യെസ്, ഞാനിവിടെ കാണിക്കുകയാണ്. ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ആർട്ടിക്കിൾസ്, സോ ഐ ഡെമോൺസ്ട്രേറ്റ് ഇറ്റ് വിത്ത് എക്സാമ്പിൾസ്. സോ ഇതാണ് എന്ത് മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റും ആണ്, എന്നാലും നമുക്ക് മാഗ്നറ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. സോ ഇതൊരു അയൺ ആർട്ടിക്കിൾ, ഇരുമ്പിൻ്റെ പീസാണെന്ന് വിചാരിക്കുക, പീസാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് ഇവിടെ സൗത്ത് ഇവിടെയാണെന്ന് വിചാരിക്കാം. യെസ്, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റബ്ബ് ചെയ്യുക, ഒരതുകൊണ്ടാണ് മാഗ്നറ്റ് ഉണ്ടാക്കുക. എങ്ങനെയാണ് ഒരതേണ്ടത്? ഇത് നോർത്ത് ആണെങ്കിൽ എപ്പോഴും ഈ ഭാഗം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സൗത്ത് ആണെങ്കിൽ സൗത്ത് എപ്പോഴും ഉപയോഗിക്കുക, ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അതായത് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരതിയിട്ട് പിന്നെ എടുക്കുക, പിന്നെയും അതേ ഡയറക്ഷനിൽ ഇങ്ങനെ ഒരതുക, ഇങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ ഒരതുക. ഇത് പിന്നെ എടുത്ത് ഇങ്ങനെ ഒരതരുത്, ഇങ്ങനെ തന്നെ ഒരേ ഡയറക്ഷൻ, അതും താഴോട്ട് പിന്നെ വരുന്നത്, ഇങ്ങോട്ട് വരുത്തിയിട്ട് പിന്നെ താഴോട്ട് വരുത്താൻ പാടില്ല. ഈ സെയിം ഡയറക്ഷനിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു 30 to 40 ടൈംസ് റബ്ബ് ചെയ്യുക ഒരിത്. അപ്പോൾ എന്തായി മാറും? അതിനുശേഷം എന്തായി മാറും? ഈ അയൺ പീസ്, ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ആണ്, ഞാൻ നിങ്ങളോട് വിചാരിക്കാൻ പറയുന്നത് ഒരു അയൺ പീസാണെന്ന് വെച്ച്. അപ്പോൾ ആ അയൺ പീസ് എന്തായിട്ട് മാറും? അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അതിന് മാഗ്നറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അതിന് ഉണ്ടാവും. അതായത് പിന്നെ നമുക്ക് കിട്ടുന്നത് ഇത് നോർത്തും ഇത് സൗത്തും ആയിരിക്കും ആ അയൺ പീസിൻ്റെ. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു ആണി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് നോക്കും, ഒരേ ഡയറക്ഷനിൽ റബ്ബ് ചെയ്യണം. അപ്പം നമുക്കതിനെ മാഗ്നറ്റ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ യു ക്യാൻ ഓൾസോ മേക്ക് എ കോമ്പസ് ഇൻ യുവർ ഹൗസ്. നിങ്ങൾക്ക് ഒരു കോമ്പസ് വടക്ക് നോക്കി യന്ത്രം നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. എങ്ങനെയാണ്? ഒരു കപ്പ് എടുക്കുക, കപ്പിൽ വാട്ടർ എടുക്കുക, കപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്ലേറ്റ് ഓർ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ വാട്ടർ എടുക്കുക, വാട്ടർ ഒഴിച്ചിട്ട് ഒരു കോർക്ക് എടുക്കുക, ഒരു റബ്ബർ പീസ് അല്ലെങ്കിൽ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കോർക്ക് അല്ലെങ്കിൽ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്ന മെറ്റീരിയലിൽ എന്ത് ചെയ്യുക, ഈ നമ്മൾ റബ്ബ് ചെയ്ത് ഒരു ആണി ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് എന്താക്കുക, മാഗ്നറ്റ് ആക്കുക. റബ്ബ് ചെയ്തിട്ട് ഒരു ബാർ മാഗ്നറ്റ് ഉപയോഗിച്ച് റബ്ബ് ചെയ്തിട്ട് ഒരു ആണി അല്ലെങ്കിൽ അയൺ നെയിൽ മാഗ്നറ്റ് ആക്കുക. എന്നിട്ട് ഈ അയൺ നെയിൽ ഈ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന കോർക്ക് നിങ്ങൾക്ക് കാണാം ഫിഗർ 13.12. ഇതിൽ കണ്ടോ ഒരു കോർക്ക് ഉണ്ട് അല്ലേ, സെൻറ്ററിൽ ഒരു കോർക്ക്. ആ കോർക്കിൽ ഒരു അയൺ നെയിൽ കുത്തി വെച്ചിട്ടുണ്ട് അല്ലേ, അയൺ നെയിൽ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അയൺ നെയിൽ കുത്തി വെച്ചിട്ട് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണം. അയൺ നെയിൽ വാട്ടറിൽ ടച്ച് ചെയ്യാൻ പാടില്ല, പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ അത് ഫ്ലോട്ട് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കോമ്പസ് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ദെൻ എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. അത് ആ കോർക്ക് റൊട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് അവസാനം റെസ്റ്റ് ചെന്ന് നിൽക്കുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. അതുപോലെ നമ്മൾ അയൺ നെയിൽ മാഗ്നറ്റ് ആക്കുമ്പോൾ നിങ്ങൾ എന്തും കൂടി ശ്രദ്ധിക്കണം, അതിൻ്റെ നോർത്ത് സൗത്ത് എവിടെയെന്നും കൂടി നോട്ട് ചെയ്ത് വെക്കണം, എന്നാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. സോ യു ക്യാൻ മേക്ക് എ കോമ്പസ് ബൈ യുവർ ഓൺ. ദെൻ attraction and repulsion between magnets. Okay, attraction and repulsion between magnets. നിങ്ങൾ വീട്ടിൽ മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ട് കളിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ചിലർ മാഗ്നറ്റ്സ് ഉപയോഗിച്ച് കളിക്കുന്നതായിട്ടുണ്ടാവും.
എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് കാർ എടുക്കുക അല്ലേ, എ കാറും ബി കാറും. സോ take two cars A and B, and you have to fix two bar magnets above the cars. കാർസിന്റെ മുകളിൽ 2 bar magnets ഫിക്സ് ചെയ്യാം. എന്നിട്ട് അതിന്റെ രണ്ട് പോൾസ്, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടല്ലേ, രണ്ട് പോൾസിന് ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കണം, എന്നാലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. സോ രണ്ട് പോൾസ് ഉണ്ട്, ഇതിന് സൗത്ത്, ഇത് നോർത്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ കാറില് ഈ അറ്റം നോർത്ത്, ഇത് വെച്ച പോലെ തന്നെയാണ് ഇതിലും വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഉണ്ട് എസ്, എൻ എസ്. രണ്ട് കാർ അല്ലേ. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ രണ്ട് കാറും മുഖാമുഖം, ഇതിന്റെ ഫ്രണ്ട് സൈസ്, ഫ്രണ്ട് ഇവിടെ കേട്ടോ, ഇതിന്റെ ഫ്രണ്ട് ഇവിടെയാണ്, ഇതിന്റെ രണ്ടും ഫ്രണ്ട് മുഖം തിരിച്ച് വെക്കാം. എന്താ സംഭവിക്കാം? യെസ്, ഈ രണ്ട് കാറ് ബാക്കോട്ട് പോവുകയാണ് ചെയ്യുക, അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുക, രണ്ടും കൂടി കൂട്ടിമുട്ടാണ് ചെയ്യുക. യെസ്, ദിസ് കാർ വിൽ എന്താ ചെയ്യുക? യെസ്, ഇറ്റ് വിൽ അട്രാക്ട് ഈച്ച് അതർ. ഈ രണ്ട് കാറും മുന്നോട്ട് വന്ന് മുട്ടി നിൽക്കും അല്ലേ, കൊളൈഡ് ചെയ്ത് നിൽക്കും, കൊളൈഡ് ഈച്ച് അതർ. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് ഈ കാറ് തിരിച്ചു വെക്കാം. എ കാറ് എന്ത് ചെയ്യാം? ഫ്രണ്ട് ഇങ്ങോട്ടാക്കിയിട്ട് തിരിച്ചു വെക്കാം. അപ്പൊ മാഗ്നറ്റിന്റെ പൊസിഷൻ മാറും അല്ലേ, ഇവിടെ എസ് ആവും, ഇവിടെ എന്നും ആവും. അപ്പൊ തിരിച്ചു വെച്ചു, ഫ്രണ്ട് ഇവിടെയാണ്, ഈ കാറിന്റെ ഫ്രണ്ട് ഇവിടെയാണ് കേട്ടോ, ഇതിന്റെ ഫ്രണ്ട് ഇവിടെയാണ്. സോ വാട്ട് ഹാപ്പൻസ്? ഈ മാഗ്നറ്റിന്റെ നോർത്ത് സൈഡും ഈ മാഗ്നറ്റിന്റെ നോർത്ത് സൈഡും ഒരുമിച്ച് വന്നു അല്ലേ. ഈ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക? രണ്ട് കാറും കൂട്ടിമുട്ടോ, ഗോ എവേ ഫ്രം ഈച്ച് അതർ, രണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണോ ചെയ്യുക, അടുത്ത് വരികയാണോ ചെയ്യുക? ഈ കേസിൽ എന്താ സംഭവിക്കുക? രണ്ട് കാറും വിട്ട് അകന്നു പോകും. അതിന് പറയുന്ന പേരാണ് റിപ്പൽ. ദേ റിപ്പൽ ഈച്ച് അതർ, റിപ്പൽ ഈച്ച് അതർ. മറ്റേത് അട്രാക്ഷൻ ആണ്, അട്രാക്ട് ചെയ്യുന്നു. ഇത് റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, റിപ്പൽ ഈച്ച് അതർ. നോർത്തും എടുത്തു വന്നപ്പോൾ കാറുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും. ഇനി നെക്സ്റ്റ് ടെക്സ്റ്റിൽ ടേബിൾ 13.2 ഫസ്റ്റ് കോളത്തിൽ എന്ത് എഴുതാം? 13.3 ഫസ്റ്റ് കോളത്തിൽ എന്ത് എഴുതാം? യെസ്, ഫ്രണ്ട് ഓഫ് കാർ എ ഫേസിങ് ഫ്രണ്ട് ഓഫ് കാർ ബി. കാർ ബി കാർ എന്റെ ഫ്രണ്ട് തമ്മിൽ ഫേസ് ചെയ്യുമ്പോൾ they will move towards അടുത്തോട്ട് വരില്ലേ. ഓർ നമുക്ക് ഇതിനെ എങ്ങനെ കൂടി എഴുതാം? they will attracts each other. Okay, then second case എന്താണ്? rear of car A facing the front of car B. കാറിന്റെ ഈ ഭാഗം തിരിച്ചിടാം, അതായത് ഈ കാർ ബിന്റെ ഫ്രണ്ടിലോട്ട് കാർ എയുടെ ബാക്ക് ഭാഗം എഴുതണം. ദാറ്റ് ഈസ് മാഗ്നറ്റിന്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇത് നേരെ തിരിയും അല്ലേ. സൗത്ത് ഇവിടെ ആവും, നോർത്ത് ഇവിടെ തന്നെയാവും. കാർ ബി അങ്ങനെ തന്നെയാണ്, ആദ്യമുള്ള പൊസിഷനിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. സോ മാഗ്നറ്റില് നോർത്ത് ഇവിടെയും സൗത്ത് ഈ എൻഡിലുമാണ്. സോ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? കാർ എന്റെ നോർത്ത് സൈഡും കാർ ബിന്റെ നോർത്ത് സൈഡും ഒരുമിച്ച് വന്നു അല്ലേ, നോർത്തും. ഈ കേസിൽ എന്താ സംഭവിക്കുക? ഇവർ അടുത്തോട്ട് വരികയാണോ ചെയ്യുക? അല്ല, ഇവർ മൂവ് എവേ ഫ്രം ഈച്ച് അതർ. ഈ സാഹചര്യത്തിൽ they move away from each other or
they will repel. അടുത്തോട്ട് വരാതെ വിട്ട് ദൂരെ പോകുന്നതിനാണ് റിപ്പൽ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു റൈറ്റ് ഇൻ സെക്കൻഡ് കോളം മൂവ് അവേ ഫ്രം ഈച്ച് അതർ. or repel. Repel എന്ന് എഴുതിയാലും. Then third situation is that car A placed behind car B. Car B അങ്ങനെ തന്നെയാണ്. ഫ്രണ്ടും മുന്നിലോട്ടാണ്. Then north south. Then this is car A is placed behind car B. ഈ കാർ എടുത്ത് നേരെ ബാക്കിലോട്ട് വെച്ചു. No. Okay. ഈ സാഹചര്യത്തിൽ ഏതൊക്കെ അടുത്തടുത്ത് വന്നത്? സൗത്തും ആണല്ലേ അടുത്തടുത്ത് വന്നത്. രണ്ടിന്റെ ഫ്രണ്ട് മുൻവശത്താട്ടോ. അപ്പോൾ കാർ ബിന്റെ ബാക്കിൽ കാർ എ വെച്ചു. മൂന്നാമത്തെ കേസാണ്. സൗത്തും അടുത്ത് വന്നു. ഇങ്ങനെ സൗത്തും അടുത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? Yes, they will move away from each other or repel. ഇത് ഇതേപോലെ എഴുതും. ഓക്കെ, ഏതൊക്കെയാണ്? സൗത്തും വന്നപ്പോഴാണ് റിപ്പൽ ചെയ്തത്. അതുപോലെ എന്നും അടുത്ത് വന്നപ്പോൾ റിപ്പൽ ചെയ്തു. ഒന്നാമത്തെ അടുത്തോട്ട് വന്നത് ഏതൊക്കെയായിരുന്നു? സൗത്തും നോർത്തും വന്നപ്പോൾ. ഇനി ലാസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിയർ ഓഫ് കാർ ബി ഫേസിങ് റിയർ ഓഫ് കാർ എ. രണ്ടും ബാക്ക് തിരിഞ്ഞ് ഫേസ് ചെയ്യും. ഓക്കെ, ഫോർത്ത് സിറ്റുവേഷൻ ആണ്. എങ്ങനെയാണ്? ദിസ് ഇസ് കാർ ബി N and S and car A is placed with its rear end. രണ്ടും ബാക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത്. അതായത് this is car A, north and south. ഇപ്പോൾ ഏതൊക്കെ പോൾസ് ആണ്? മാഗ്നറ്റിന്റെ ഏതൊക്കെ പോൾസ് ഒരുമിച്ച് വന്നത്? ഇതാണ് മാഗ്നറ്റ്സ്. മുകളിൽ വെച്ചാണ് മാഗ്നറ്റ്സ്. അതിന്റെ സൗത്ത് നോർത്ത് അടുത്തടുത്ത് വന്നു അല്ലേ? ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു? യെസ്, ദാറ്റ് ഈസ് ദേ മൂവ് ടുവേർഡ്സ് or attract. So fourth കോളത്തില് move towards or attract. So ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? യെസ്, ഒരു രണ്ട് മാഗ്നറ്റ് അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലെ ഇതിന്റെ നോർത്തും അടുത്തടുത്ത് വന്നാൽ they will repel each other. ദൂരെ പോകും. Then നെക്സ്റ്റ് ഇത് മാത്രം തിരിച്ചു വെച്ചു. ഇത് ഇങ്ങനെ തന്നെ വെച്ചു. ആ മാഗ്നറ്റ് തിരിച്ചു വെച്ചു. സൗത്ത് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഏതാ? നോർത്തും സൗത്തും അടുത്തടുത്ത് വന്നു അല്ലേ? നോർത്ത് പോളും സൗത്ത് പോളും അടുത്തടുത്ത് വന്നു. സോ ഈ സാഹചര്യത്തിൽ എന്താ? they will attract each other. Then fourth situation, ഇത് തിരിച്ചു വെച്ചു, അതും തിരിച്ചു വെച്ചു. that is എസും അടുത്തടുത്ത് വന്നു. ഇപ്പോഴും എന്താണ്? യെസ്, they will repel each other. Okay, they will repel each other. Then north south, then north south. What happens? ഇപ്പോൾ എന്താ ഉള്ളത്? എസും എന്നും വന്നല്ലേ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസ് വരുമ്പോൾ അട്രാക്ട് ചെയ്യും.
സോ നമുക്ക് എന്ത് പറയാം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് മാഗ്നറ്റിന്റെ ഓപ്പോസിറ്റ് പോൾസ്, അതായത് നോർത്തും സൗത്തും അടുത്ത് വന്നാൽ അട്രാക്ട് ചെയ്യും. ഓപ്പോസിറ്റുള്ള ആൾക്കാരാണ് അട്രാക്ട് ചെയ്യുക. എന്നാൽ ഒരേപോലെയുള്ള പോൾസ് വന്നാൽ, അതായത് നോർത്തും വന്നാൽ റിപ്പൽ ചെയ്യും, സൗത്തും വന്നാലും റിപ്പൽ ചെയ്യും. ഒരേപോലെയുള്ള പോൾസ് വന്നാൽ റിപ്പൽ ചെയ്യും, ദൂരെ പോവും. ഓപ്പോസിറ്റിലായിട്ടുള്ള പോൾസ് വന്നാൽ അട്രാക്ട് ചെയ്യും. നിങ്ങൾ രണ്ട് മാഗ്നറ്റ് വാങ്ങിയിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും അത് ചെയ്ത് നോക്കിയാൽ. സോ ഡു ഇറ്റ് ബൈ യുവർ ഓൺ. ഓക്കെ, ദാറ്റ് ഈസ് പോൾസ്. അപ്പോൾ മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ട്, സൗത്ത് പോളും നോർത്ത് പോളും. നോർത്തും വന്നാൽ റിപ്പൽ ചെയ്യും, സൗത്തും വന്നാലും റിപ്പൽ ചെയ്യും, നോർത്തും സൗത്തും വന്നാൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ ഒരു മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്ത് വെച്ചാൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താ മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് അതൊക്കെയാണ്. ദെൻ എ ഫ്യൂ കോഷൻസ്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാഗ്നറ്റ് സൂക്ഷിക്കുമ്പോൾ. അതായത് മാഗ്നറ്റ് ലോസ് ദെയർ പ്രോപ്പർട്ടീസ് ഇഫ് ദേ ആർ ഹീറ്റഡ്, ഹാമേർഡ് ഓർ ഡ്രോപ്ഡ് ഫ്രം സം ഹൈറ്റ്. മാഗ്നറ്റ് ഹീറ്റ് ചെയ്താൽ, ചൂടാക്കിയാൽ അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ നഷ്ടപ്പെടും, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നഷ്ടപ്പെടും. അതുപോലെ മാഗ്നറ്റ് ചുറ്റി വെച്ച് അടിച്ചാൽ, ദെൻ മാഗ്നറ്റ് ഒരു നല്ല ഹൈറ്റിൽ നിന്ന് താഴോട്ട് ഡ്രോപ്പ് ചെയ്താൽ ഇട്ടാൽ അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അതുപോലെ മാഗ്നറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ മാഗ്നറ്റ് വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി കീപ് ഇൻ എ സേഫ് പ്ലേസ്. So bar magnet should be kept in pairs with their unlike poles on the same side. Bar magnet എടുത്തു വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് ബാർ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അൺലൈക്ക് പോൾസ്, അതായത് നോർത്തും സൗത്തും അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് എടുത്തു വെക്കുക സെയിം സൈഡിൽ. അൺലൈക്ക് പോൾസ് ഓൺ ദി സെയിം സൈഡിൽ വെക്കുക. അൺലൈക്ക് പോൾസ് സെയിം സൈഡിൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് എടുത്തു വെക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു വുഡ് പീസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ യു മാഗ്നറ്റിൻ്റെയൊക്കെ യു ഷേപ്പുള്ള മാഗ്നറ്റിൻ്റെ പോൾസ് എവിടെയാണ്? ഈ അറ്റാണ് അല്ലേ, ഈ രണ്ട് സൈഡാണല്ലേ. ഈ രണ്ട് സൈഡും കണക്ട് ചെയ്യുന്ന ഒരു അയൺ പീസ് വെക്കുക. എന്നിട്ട് അത് പുറത്തേക്ക് എയറിനായിട്ട് കവർ ചെയ്യാതെ ഈ അയൺ പീസ് വെച്ച് അത് ഒട്ടിച്ച് വെച്ചിട്ട് എടുത്തു വെക്കുക, സൂക്ഷിച്ചു വെക്കുക. ഇല്ലെങ്കിൽ ഈ മാഗ്നറ്റ്സ് ഒക്കെ വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ മാഗ്നറ്റ്സ് ടെലിവിഷൻ ഫോൺ, മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടർ, CD, ദെൻ മ്യൂസിക് സിസ്റ്റം, കാസറ്റ്സ്, ഇതിൻ്റെ അടുത്തൊന്നും ഇത് കൊണ്ടുവയ്ക്കരുത്, മാഗ്നറ്റ്സ് കൊണ്ടുവയ്ക്കരുത്. അത് ഹാംഫുൾ ആയിരിക്കും, അതിന് ഹാംഫുൾ ആയിരിക്കും. ഓക്കെ, ദീസ് ആർ ദ തിങ്സ് ടു ബി taken care while keeping the magnets. Magnets സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, so let's wind up this chapter. So that is magnets. Magnetic substance ഉണ്ട്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഉണ്ട്. ദെൻ മാഗ്നറ്റിന് എന്താ പ്രത്യേകത? അതിന് രണ്ട് പോൾസ് ഉണ്ട്, നോർത്തും സൗത്തും. ഈ പോൾസിലാണ് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക അല്ലേ. ദെൻ അതുപോലെ രണ്ട് പോൾസ്, ഒരേ പോലെയുള്ള പോൾസ് വന്നാൽ റിപ്പലയും, അൺലൈക്ക് പോൾസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പോൾസ് വന്നാൽ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. സോ ലെറ്റ്സ് മീറ്റ് ഇൻ another class. So till then bye. അതുപോലെ നിങ്ങൾ വീട്ടിൽ ഈ കോമ്പസും മാഗ്നറ്റൊക്കെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, so bye.